ഹലോ ഫ്രാൻസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറേ ദിവസമായി വന്നിട്ട്. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മറ്റേ വീഡിയോയിൽ നമുക്കിപ്പോ കുറച്ച് സാധനങ്ങൾ പഠിക്കാന്ന്. ഇതെന്താ ഇങ്ങനെ? അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ട്ടാ. ഇതെന്താന്ന് വെച്ചാ കണ്ടോ, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു MSc ഡാറ്റാ സയൻസിന്റെ എൻട്രൻസ് എക്സാമിനേഷനുള്ള ഒരു സിലബസ് ആണ്. ഇതിത്തെ നമുക്ക് കണ്ടോ, സ്കൂൾ ലെവൽ മാത്തമാറ്റിക്സ്. ഈ സാധനത്തിൽ നമുക്ക് ഓരോ ടോപ്പിക്, നമുക്ക് ആദ്യം ഇപ്പൊ ഇത് എടുക്കാം. ഏതാ ഈ സാധനത്തിന്റെ പേര്? എന്താ വരയ്ക്കാൻ പറ്റുമോ? ഡൗട്ട്. അയ്യോ, ലെവൽ മാത്തമാറ്റിക്സ് ഈ സാധനമില്ലേ, അതാണ് നമ്മളിപ്പോ ഇന്ന് ആദ്യം നോക്കാൻ പോണത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ആദ്യം വരണ എന്താ? അരിത്മെറ്റിക് ആൻഡ് ജോമെട്രിക് പ്രോഗ്രഷൻസ്. മനസ്സിലായില്ലേ? അരിത്മെറ്റിക് ആൻഡ് ജോമെട്രിക് പ്രോഗ്രഷൻസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോണത്. ഇത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോ അത് നോക്കാം നമുക്കിപ്പോ. പിന്നെ അരിത്മെറ്റിക്, ജോമെട്രിക് ആൻഡ് ഹാർമോണിക് മീനും നോക്കാം. ഇത് രണ്ടും ഇന്ന് നോക്കാം നമുക്ക്. പിന്നെ ഇനി പോളിനോമിയൽസ്, മട്രിസസ് ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച സാധനങ്ങളാണ്. നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും പറ്റണതൊക്കെ ഞാൻ പറ്റിയ ഇതിൽ തന്നെ ക്വസ്റ്റ്യൻസ് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ കാറ്റിന്റെ ഓരോ അരിത്മെറ്റിക് ആൻഡ് ജോമെട്രിക് പ്രോഗ്രഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അത് നോക്കി വെക്കാം. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? വൈറ്റ് ബോർഡ് എവിടെയാണാവോ? ഒരു മിനിറ്റ്. വൈറ്റ് ബോർഡ് എടുക്കണം. വൈറ്റ് ബോർഡിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ 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 അപ്പൊ നമ്മള് അരിത്മെറ്റിക് പ്രോഗ്രഷനും ആൻഡ് ജോമെട്രിക് പ്രോഗ്രഷൻ നമുക്ക് നോക്കാം. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു സീരീസ് ആണ്. സീരീസ് എന്താണ്? സീരീസ് എന്ന് പറയുന്നത് 1 2 3 4 7 9 10. ഇതൊരു സീരീസ് ആണ്. ഇങ്ങനെ 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 പോണ ഒരു സീരീസ്. ഈ സീരീസിന് ഒരു പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇതിലും ഒരു പാറ്റേൺ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരും, ഭയങ്കര വലിയ മാത്തമാറ്റീഷ്യൻസ് ആണെങ്കിൽ. പക്ഷെ എനിക്കിപ്പോ പെട്ടെന്ന് കാണുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നും കാണുന്നില്ല. കാരണം ഇതുവരെ ഇവിടെ നോക്കുകയാണെങ്കിൽ 1 + 1 = 2, 2 + 1 = 3, 3 + 1 = 4. പക്ഷെ ഇവിടെ കണ്ടോ, 4 + 3 = 7, 7 + 2 = 9, 9 + 1 = 10. അപ്പൊ ഇതിന് ഒരു പാറ്റേൺ ഉണ്ടാവാതിരിക്കാം. ഈ പാറ്റേൺ ഇല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക തരം പാറ്റേണിനെയാണ്. അതായത് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയിൻ ഓഫ് നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഒരു സീരീസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം. ഓൾറൈറ്റ്, ഇൻഫൈനൈറ്റ് അല്ല, ഒരു 10 നമ്പർ എടുക്കാം. ഇൻഫൈനൈറ്റ് ആവുമ്പോൾ നമുക്ക് വേറൊരു രീതിക്കാണ് വരിക. അപ്പൊ നമുക്ക് 10 നാച്ചുറൽ നമ്പർ എടുക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ ഇതിലൊരു പാറ്റേൺ ഉണ്ട്. എന്താണ്? എല്ലാ നമ്പറിന്റെ ഇടയിലെ ഗ്യാപ്പ് 1 ആണ്, അല്ലേ? ദാറ്റ് ഈസ് എവറി നമ്പർ ഈസ് ബീങ് ആഡഡ് അപ്പ് ബൈ എ കോൺസ്റ്റന്റ് തിങ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു ഫോർമുലയിൽ എഴുതണമെങ്കിൽ നമുക്കിപ്പോ ഇതിപ്പോ 10 നമ്പറാണ് ഉള്ളത്. അപ്പൊ ഇതിലത്തെ 5ാമത്തെ നമ്പർ, ഇത് നമ്മള് എന്താ പറയണത്, ഒരു സീരീസ് ആയിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് ദാറ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് ആണ് ഈ സാധനം, ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഒരുമിച്ചിട്ട്. മനസ്സിലായില്ലേ? ഇതിനൊരു സീരീസ് എന്നാ പറയാ. അപ്പൊ ഈ സീരീസിൽ നമുക്കിപ്പോ ഒരു ഇത്രാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ അപ്പൊ അതിന് ആദ്യം ഒരു ഡെഫിനേഷൻ വേണം. ഇതൊരു സീരീസ് ആണ്. ഈ സീരീസിന്റെ 2ാമത്തെ ടേം എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതാണ് ആദ്യത്തെ ടേം. അതിനെ നമ്മൾ A1 എന്ന് പറയും. ഇത് A എന്ന് പറയുന്ന സീരീസ് ആണെങ്കിൽ ഇത് 2 ആണ്.
സീരീസ് എന്ന് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ സീക്വൻസസ് വെച്ചിട്ടാണ് ഡീൽ ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ A1 എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറിനെ പറയും, A2 എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പറിനെ പറയും, A3 എന്ന് പറയുന്നത് തേർഡ് നമ്പറിനെ പറയും, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പൊ ഇതിലിപ്പോ ഇത്രാമത്തെ നമ്പർ ഉണ്ട്. നമുക്കിപ്പോ ഇതില് AR നമ്പർ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. AR എന്ന് പറഞ്ഞാൽ എന്താണ്? R can be anything. Like if there are 10 terms, then R can be anything from the set 1, 2, 3, 4 up to 10. ഏത് വേണമെങ്കിൽ എടുക്കാം. ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ഫോർത്ത് നമ്പർ, അതായത് ഇത്രാമത്തെ നമ്പർ. ഈ സീരീസിലത്തെ ഒരു പർട്ടിക്കുലർ നമ്പർ നമുക്ക് കാണണമെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കാണുക എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. പക്ഷെ അതിനു മുമ്പ് അതാണ് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത. അല്ലെങ്കിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ സം ഓഫ് ദി സീരീസ്, ഈ സീരീസിന്റെ നമുക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കാം. നമ്മളിപ്പോ ഇത്ര നമ്പർ ഉണ്ട്, അപ്പൊ ഇതില് നാലാമത്തെ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. നാലാമത്തെ നമ്പർ ഏതാണ് ഈ സീരീസിൽ? 4ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അതിനു മുമ്പ് ഈ സീരീസിന്റെ പാറ്റേൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതേപോലെ ഇതിന്റെ ടോട്ടൽ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യണം? എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ഇതിന്റെ പാറ്റേൺ കണ്ടുപിടിക്കണം. ഇതിന്റെ പാറ്റേൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AR+1 ഈസ് ഈക്വൽ ടു AR+D എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ്. ഇപ്പൊ ഇതിൽ ആറിൽ നമുക്ക് ഫസ്റ്റ് ചെയ്തിടാം, 1 ഇടാം. അപ്പൊ A2 ഈസ് ഈക്വൽ ടു A1+B അല്ലെ? A3 ഈസ് ഈക്വൽ ടു A2+D. ഇത് സെയിം ആണ്. Like this D remains the constant and this D is called the common difference of the arithmetic progression. Okay, AP എന്താന്ന് പറഞ്ഞില്ലല്ലോ. AP means arithmetic progression. Okay, arithmetic progression. അങ്ങനത്തെ AP ടേംസ് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് AR would be like AR+1 would be AR+D. Now this R can be anything in between, like R can be anything from 1 to n-1. This n is what? n-1 is what? n is basically the total number of terms. Number of terms in the what? Arithmetic progression. ഇപ്പൊ ഈ ഒരു ഐഡിയ നമ്മൾ വെക്കാം. ഇതാണ് സംഭവം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ AP എന്ന് പറയാം. ഇപ്പൊ മനസ്സിലായില്ലേ? ഫോർ ഓൾ ആർ, അതായത് ആ എല്ലാ ആറിനും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഒന്നും കൂടെ പറഞ്ഞുതരാം. ലൈക്ക് ലെറ്റ് there be n terms in something that is called as an AP. Okay, in an AP, in an arithmetic progression, then AR is the rth term of the AP. Okay, and AR+1 is equal to AR+D, where R will go from 1 to 1 is the first number, AR is the first term of the AP, A1 is the first term of the AP, A2 is the second term of the AP, A3 is the third term of the AP, and all like that, and it goes on. So 1, 2 up to what? n-1. Why n-1? Because if we put n-1 here, let us assume that there are 10 terms, then A9 plus D is equal to A10. But A10 is the last term. There is no other term like beyond that. So that's why we put R is equal to 1 to n-1. For all R is equal to 1 to n-1. അതായത് എല്ലാ ആറിനും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു AP ആണ്. ഓക്കെ, ദിസ് D is not changing. അതാണ് ഇമ്പോർട്ടൻറ്റ് സംഭവം. അതായത് ഇതൊരു കോമൺ ഡിഫറൻസ് ആണ്. മനസ്സിലായില്ലേ? ഈ ഡീനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയാ. അപ്പോ ഒരു AP ആണെങ്കിൽ it will satisfy this thing. Let there be n terms in an AP, then AR is the rth term of the AP, and AR+1 is equal to AR+D for all R is equal to 1, 2 to n-1. മനസ്സിലായില്ലേ? ഒരു AP ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും, ആൻഡ് വൈസ് വേഴ്സ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു AP ആയിരിക്കും ചെയ്യും. മനസ്സിലായില്ലേ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ പോലെയാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. AP ആണെങ്കിൽ എന്താണ്? AR+1 is equal to AR+D
ഫോർ ഓൾ ആർ ഇസ് ഈക്വൽ ടു 1 to n-1 ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അതായത് എ പി ആണെങ്കിൽ ഇത് ട്രൂ ആണ്, ഇത് ട്രൂ ആണെങ്കിൽ അതൊരു എ പി ആണ്. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അപ്പോ നമുക്കൊരു എ പി ആണ് എന്നൊരു സാധനത്തിൽ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ അതിന്റെ കോമൺ ഡിഫറൻസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ then d is nothing but ar plus 1 minus ar. ഏതെങ്കിലും രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് ആയിരിക്കും കോമൺ ഡിഫറൻസ് വരിക. ഓക്കെ, കാരണം അത് എ പി ആണെന്ന് തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസും ഉണ്ട്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത്രാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറ്റുമോ? അതാണ് ഒരു ക്വസ്റ്റ്യൻ. അതായത് ഒരു എ പിയില് ഇപ്പോ അഞ്ചാമത്തെ ടേം കണ്ടുപിടിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനൊരു ഫോർമുലയുണ്ട്. അതൊന്നുമില്ല, നമുക്കിപ്പോ കണ്ടുപിടിക്കേണ്ടത് ഈ സംഭവത്തിൽ നിന്ന് തന്നെയാണ് നമ്മളത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെ ടേമാണ്? എ ഫിഫ്ത്ത് ടേം ആണെന്ന് വിചാരിക്കും. എ ഫൈവ് എന്താണ്? എ ഫോർ പ്ലസ് ഡി അല്ലെ? പക്ഷെ എ ഫോർ എന്താണ്? എ ത്രീ പ്ലസ് ഡി. എ ത്രീ എന്താണ്? എ ടു പ്ലസ് ഡി പ്ലസ് ഡി. മനസ്സിലായില്ലേ? പ്ലസ് ഡി. ഇങ്ങനെ ആഡ് ചെയ്തു. ലാസ്റ്റ് എ വൺ എന്താണ്? എ വൺ വരെ ഉള്ളു, അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല ആർ. നമുക്കറിയാലോ. ഡി പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി. ഇപ്പൊ എന്താണ്? എ വൺ പ്ലസ് ഫോർ ഡി. എ ഫൈവ് ആണെങ്കിൽ ഇതേപോലെ നമുക്ക് ജസ്റ്റ് കണ്ട മനസ്സിലാവും. എ ഫോർ എന്ന് പറയുന്നത് എന്താണ്? എ വൺ പ്ലസ് ത്രീ ഡി. എ ത്രീ എന്താണ്? എ വൺ പ്ലസ് ടു ഡി. എ ടു എന്താണ്? എ വൺ പ്ലസ് ഡി. വിച്ച് ബേസിക്കലി മീൻസ് എ ആർ ഇസ് ഈക്വൽ ടു എ വൺ ഇസ് കോമൺ പ്ലസ് ആർ മൈനസ് വൺ ഇൻറ്റു ഡി. ഇതാണ് ഫോർമുല ഫോർ ദി ആർത്ത് ടേം ഓഫ് എൻ എ പി അല്ലെങ്കിൽ nth ടേം ഓഫ് എൻ എ പി. മനസ്സിലായില്ലേ? ഒരു എ പിയിൽ ഇത്രാമത്തെ ടേം കാണണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടേം പ്ലസ് ആർ മൈനസ് വൺ ഇൻറ്റു ഡീത്ത് ടേം നമ്മളിത് ആഡ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അടുത്ത സംഭവം എന്താന്ന് പറഞ്ഞാൽ സം ഓഫ് സീരീസ് ഓഫ് എൻ എ പി ആണ്. ഓക്കെ, സം ഓഫ് സീരീസ് ഓഫ് എൻ എ പി. അപ്പോ എന്താണ്, അതെങ്ങനെയായിരിക്കും? അതായത് നമുക്കറിയാം എ വൺ എ ടു എൻ ടേംസ് ഉള്ള ഒരു എ പി ആണ്. ഓക്കെ, എ എൻ, ഇതാണ് എ പി. നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മ് വേണം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമ്മ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ വൺ പ്ലസ് എ ടു പ്ലസ് ഓൾ ദ വേ അപ് ടു എ എൻ നമ്മൾ സമ്മ് ചെയ്യണം. അതൊരു ആൻസർ ഉണ്ടാവില്ല. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്താ സംഭവം ആക്ച്വലി ചെയ്യണത്? എ വൺ പ്ലസ് എ ടു പ്ലസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. നമുക്കത് സമ്മേഷൻ നൊട്ടേഷനിൽ എഴുതാലോ. സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എ ഐ എന്ന് എഴുതാലോ. പക്ഷെ എ ഐ ടേം ഇസ് ബേസിക്കലി വാട്ട് ആക്ച്വലി? കാരണം ദിസ് ഈസ് ദ ജനറൽ ടേം ഓഫ് എൻ എ പി. ഓക്കെ, ബിക്കോസ് ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എ ഐ എന്ന് കൊടുക്കുന്നുണ്ട്. എ ഐ ഇസ് ദ ith ടേം ഓഫ് എൻ എ പി. ഐ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് എ വൺ ആയിരിക്കും. ഐ ഇസ് ഈക്വൽ ടു ഏത് വേണമെങ്കിലും ആവാലോ. ഇപ്പൊ 4 ആണെങ്കിൽ അത് എ ഫോർ ആയിരിക്കും. അപ്പൊ എ ഐ ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് എ ഐ? എന്തായിരിക്കും എ ഐ? ഇഫ് ദിസ് ഈസ് ദ ടേം ഓഫ് എൻ എ പി then it should satisfy എ വൺ പ്ലസ് വാട്ട്? എൻ ഐ മൈനസ് വൺ ഇൻറ്റു വാട്ട്? ഡി. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n എ വൺ പ്ലസ് ഐ മൈനസ് വൺ ഇൻറ്റു ഡി ആഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഇതെങ്ങനെ ചെയ്യുക? ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യുക? നമ്മൾ എ വണ്ണ് എൻ പ്രാവശ്യം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? എൻ ഇൻറ്റു എ വൺ അല്ലേ? അതെ, കാരണം പറഞ്ഞു എ വൺ പ്ലസ് ഐ മൈനസ് വൺ, വൺ മൈനസ് വൺ ഇൻറ്റു ഡി, സീറോ ഡി. എ വൺ പ്ലസ് ടു മൈനസ് വൺ ഇൻറ്റു ഡി, ഡി ദാറ്റ് ഇസ് എ ടു, ദെൻ എ ത്രീ, ദെൻ എ ഫോർ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഓൾ ദ വേ അപ് ടു എ എൻ വരെ വരും. അപ്പൊ ഐ ഇസ് ഈക്വൽ ടു എൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ മൈനസ് എ വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി, അതാണ് എ എൻ. അതും നമ്മൾ ആഡ് ആവും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത് സമ്മേഷൻ ചെയ്യുമ്പോൾ n പ്രാവശ്യം എ വൺ ആടാവും. കാരണം എ വൺ പ്ലസ് സീറോ ഡി പ്ലസ് എ ടു പ്ലസ് ഡി പ്ലസ് എ
like a1 plus d plus a1 plus 2d അങ്ങനെ all the way up to n minus 1d. ഇപ്പൊ ഇതിൽ എത്ര പ്രാവശ്യം a1 ആഡ് ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n പ്രാവശ്യം ആഡ് ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് na1 എന്ന് എഴുതാം. ഓക്കെ ഓക്കെ പ്ലസ് നമുക്ക് എന്താണ് ഐ ഡി മൈനസ് ഡി. ഇങ്ങനെ സമ്മേഷൻ വരുമ്പോൾ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നിലും സമ്മേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ സമ്മേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n ഐ ഡി minus summation I is equal to 1 to n d, which means d nd, because this is whenever a constant term is like this and we have a summation. That is what happened here also. Summation I is equal to 1 to n a1 will give you what? Equal to n a1 plus summation I is equal to 1 to n id will give you d. നമുക്ക് പുറത്തേക്ക് എടുക്കാൻ d കോൺസ്റ്റന്റ് ആണ്. ഇതിൽ വേരിയബിൾ എന്താണ്? i ആണ്. I minus what? This d is a constant, so whenever summation I is equal to 1 to n d മാത്രം ഉണ്ടെങ്കിൽ and there is no i term there, then it becomes in the same way. ഇവിടെ എങ്ങനെയാണോ വന്നത് അതേപോലെ n d എന്ന് വരും. മനസ്സിലായില്ലേ? ഇതെന്താ? അപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? ഇതിന്റെ ആൻസർ n a1 പ്ലസ് d ഇൻറ്റു സമ്മേഷൻ i is equal to 1 to n i. അതാണ്. മനസ്സിലായില്ലേ? അപ്പം അതെന്താ സംഭവിക്കണേ? This is 1 plus 2 plus 3 plus all the way up to n. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. മൈനസ് എൻ ഡി. ഓക്കെ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ അപ്പൊ ഇങ്ങനെ നമുക്ക് വന്നു. കാരണം ഇതൊരു ജനറൽ സം ആണ്. സം ഓഫ് ഏതൊരു എ പി എടുത്താലും അതിന്റെ ടേംസ് ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്കിത് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. ഇത് നമുക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കേണ്ട ഒരു റിസൾട്ട് ആണ്. കാരണം 1 to n ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? അത് നമുക്ക് ഓൾറെഡി ഒരു റിസൾട്ട് ഉണ്ട്. അതാണ് n ഇൻറ്റു n പ്ലസ് 1/2. മനസ്സിലായോ? അത് ഓൾറെഡി ഉള്ള ഒരു റിസൾട്ട് ആണ്. സീരീസിന് ഒരു പർട്ടിക്കുലർ റിസൾട്ട് ഉണ്ട്. That is all the natural numbers up to n, if they are being added, then we will have 1 into like n into n plus 1/2. ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ. ഓക്കെ ഇതൊരു എന്താ പറയാ, ഒരു പ്രൂഫ് ബൈ ഇൻഡക്ഷൻ വഴി വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതൊരു ഫോർമുലയാണ്. ഓക്കെ അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? മറന്നുപോയാലേ ഞാൻ. ഒരു മിനിറ്റ്, 1 minute. അപ്പം ഇസ് ഈക്വൽ ടു എത്രയാണ്? n a പ്ലസ് d ഇൻറ്റു n പ്ലസ് 1/2. ഓക്കെ minus nd. Alright, now we have na plus nd into n plus 1/2 minus nd. Now if we take the common na plus nd, if we are taking common, n plus 1/2 minus 1 is equal to na plus nd into n plus 1 minus 2/2. That will give you like all right, yeah, that's true. Na plus nd into n minus 1/2. All right, now if we take that common, 2a plus d into n minus 1/2. And this is the formula of an AP. Okay, 2na plus 2nd into n minus 1. I think this is this is true. So this is the thing. Okay, or now when you see this, you can see this a is what? This a is the first term. Okay, or we can write a1 also here. But now this is also nothing but n/2 നമ്മൾ പുറത്തെടുക്കാൻ പറ്റും. This a1 2a1നെ a1 plus a1 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, പ്ലസ് n minus 1 into d ആണ്. നമ്മൾ a1 plus n minus 1 into d എന്താ പറഞ്ഞത്? an ആണ് അല്ലെ? സോ n/2 into a1 plus an, അതായത് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആഡ് ചെയ്തിട്ട് ഇൻറ്റു n ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എ പിയുടെ സമ്മ് കിട്ടും.
അപ്പൊ നമുക്ക് റിസൾട്ട്സ് സമ്മറൈസ് ചെയ്യല്ലേ? റിസൾട്ട്സ് സമ്മറൈസ് ചെയ്യാം. എ പിയുടെ കണ്ടീഷൻ എന്താണ്? AR plus 1 is equal to AR plus D, and an rth term of an AP is basically given by A first term plus R minus 1 into D and sum of R terms of an AP. Alright. Now let it not be like എത്ര ടേംസ് എടുക്കണ്ടോ അത്ര ടേംസിന്റെ സം. ഓക്കെ, കാരണം ഇപ്പൊ 10 ടേം, ആദ്യത്തെ 10 ടേമിന്റെ ആണെങ്കിൽ വേറൊന്നുമില്ല, നമ്മൾ അതില് അത്ര വരെയുള്ള ആഡ് ചെയ്യുന്നത് വരെ A1 to AR ആണല്ലോ നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ സമ്മേഷൻ I is equal to 1 to R AI വരും, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതെങ്ങനെ കിട്ടും? ബൈ ദ സെയിം ലോജിക് അതെങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി we can put it like A1 plus what? AR, because that's the last term. Okay, or we can also put it like A1 plus A1 plus R minus 1 into D. These are the general formulas. Now when we put n here, we get the sum of the whole series. When we get n here, we get the last term. So this is what it is. Okay. Okay. അപ്പൊ നമുക്ക് നിർത്തല്ലേ? ഇതിൽ നമുക്ക് AP പറയാം, GP നമുക്ക് അടുത്ത ഇതിൽ പറയാം. ഓക്കെ, നമുക്ക് വീഡിയോ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ബൈ.